എത്തിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം പലയിടത്തും നടപ്പായില്ല. കിടപ്പു രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് 7 മാസത്തെ വരെ പെൻഷൻ കുടിശ്ശികയായതോടെ വീട്ടുകാര്യങ്ങളും ചികിത്സാ കാര്യങ്ങളും മുടങ്ങിയിരിക്കുകയാണ്. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ മല്ലമ്പറക്കുളം സ്വദേശി ആനിയമ്മ കടുത്ത ആസ്മ രോഗി. 88-കാരിയായ ആനിയമ്മയ്ക്ക് പെൻഷൻ 1 മാസം കഴിഞ്ഞു. വായിച്ച കുടികളുമില്ല, പൈസ ഇല്ലാത്തതുകൊണ്ട്. മകൾക്കൊപ്പം വാടക വീട്ടിലാണ് താമസം. അവർക്കും പെൻഷൻ കിട്ടാതായതോടെ വാടകയും മുടങ്ങി. ഒന്നിനും നിവൃത്തിയില്ലാത്ത വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട്. ആനിയമ്മയുടെ അതേ അവസ്ഥയിലാണ് സരസമ്മയും. നാട്ടുകാരുടെ കാരുണ്യത്തിൽ ഭക്ഷണം കഴിച്ചു കിടക്കുന്നു. ഒരു ഗുളിക 17 രൂപ. അങ്ങ് കഴിയാൻ അവന് എന്ത് ചെയ്യാനൊക്കും, കിട്ടിയെങ്കിലല്ലേ വെക്കുള്ളൂ. ഇപ്പം കുറെ കാലം കൊണ്ട് അങ്ങനെ തന്നെ. പെൻഷൻ എന്ന് കിട്ടുമെന്നറിയാൻ സഹകരണ സംഘങ്ങളിൽ കയറിയിറങ്ങുകയാണ് ഒരു കൂട്ടർ. ബാങ്കിൽ ചെന്നപ്പോഴും നമ്മൾ 448 പോയത്. അവിടെ ചെന്നാൽ പറഞ്ഞ ലിസ്റ്റ് നോക്കട്ടെ. ഇതുതന്നെയാണ് പലയിടങ്ങളിലെയും അവസ്ഥ. എന്നാൽ ഒരുപാട് പേർക്ക് ഒരുമിച്ച് കൊടുക്കേണ്ടി വരുന്നതിലെ കാലതാമസമാണ് പ്രശ്നമെന്നാണ് ഔദ്യോഗിക വിശദീകരണം. കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെ എല്ലാം ഒരുമിച്ച് വീട്ടിലെത്തിക്കുമെന്നുള്ള സർക്കാരിന്റെ വാക്ക് വിശ്വസിച്ച് കാത്തിരുന്നവരാണ് ഈ അമ്മ ഉൾപ്പെടെ എല്ലാവരും. ഇനിയും പെൻഷൻ വൈകിയാൽ ഇവരുടെ ചികിത്സയും ജീവിതവുമെല്ലാം താളം തെറ്റും.